ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ. SSC വിജ്ഞാപനം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മൊത്തം 312 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2024 ഓഗസ്റ്റ് 2 മുതൽ 2024 ഓഗസ്റ്റ് 25 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട തീയതികൾ പറഞ്ഞതാണ്. അപേക്ഷിക്കാൻ ആരംഭിക്കുന്ന തീയതി 2024 ഓഗസ്റ്റ് 2. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 ഓഗസ്റ്റ് 25 വരെയാണ്. ഈ ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ. ഒഴിവുകളുടെ എണ്ണം 312. ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ 35,400 ലഭിക്കും. പിന്നീട് കൂടുതലായി 1,42,400 വരെ കൂടുതലായി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2024 ഓഗസ്റ്റ് 2. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. തസ്തികയുടെ പേര് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ. പ്രായപരിധി 18 to 30. 18നും 30നും ഇടയിലുള്ളവർക്കും അതേ ഏജുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഇംഗ്ലീഷ് നിർബന്ധമായും. ഹിന്ദിയിൽ ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഐച്ഛിക വിഷയം അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷ അല്ലെങ്കിൽ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ. ഹിന്ദി നിർബന്ധമായും. ഇംഗ്ലീഷിലുള്ള ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഐച്ഛിക വിഷയം. ഹിന്ദിയോ ഇംഗ്ലീഷോ ഒഴികെയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം. ഹിന്ദി മീഡിയം, ഇംഗ്ലീഷ് നിർബന്ധിത അല്ലെങ്കിൽ ഐച്ഛിക വിഷയമായി അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള വിഷയം. സീനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ. ഇംഗ്ലീഷ് നിർബന്ധമായും. ഹിന്ദിയിൽ ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദവും അല്ലെങ്കിൽ ഐച്ഛിക വിഷയം അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള വിഷയം. അല്ലെങ്കിൽ ഹിന്ദി നിർബന്ധമായും. ഇംഗ്ലീഷിലുള്ള അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഐച്ഛിക വിഷയം അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള വിഷയം. അല്ലെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒഴികെയുള്ള ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം. ഹിന്ദി മീഡിയവും ഇംഗ്ലീഷും ഒരു നിർബന്ധിത അല്ലെങ്കിൽ ഐച്ഛിക വിഷയമായി അല്ലെങ്കിൽ മാധ്യമമായി ഡിഗ്രി തലത്തിലുള്ള വിഷയം. ഇതിൽ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാറ്റഗറി അപേക്ഷാ ഫീസാണ് പറയുന്നത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷാ ഫീസ് SC ST ഫീമെയിൽ PWBD EX എന്നിവയ്ക്ക് അപേക്ഷാ ഫീസൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് 100 അപേക്ഷാ ഫീസ് ഉണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ പറഞ്ഞ എലിജിബിലിറ്റി എല്ലാം ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസികളൊന്നും തന്നെ നിങ്ങൾ നോക്കേണ്ടതില്ല. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് നോക്കി പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഇങ്ങനെയുള്ള ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്